പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ നോക്കിയേ, മെയ് മാസത്തിലെ അവസാനത്തെ ദിനമാണ് ഇന്ന്. വല്ല ഓർമ്മയുണ്ടോ? വടക്കമാസമൊക്കെ ചൊല്ലിണ്ടാണ് ആവോ? വടക്കമാസമൊക്കെ ചൊല്ലി അതിലെ സംഭവങ്ങൾ കേട്ടോ, ഓരോ വടക്കമാസത്തിലെയും സംഭവങ്ങളുടെ ഭാഗം ഞാൻ ഇടവപ്പള്ളിയിൽ നിർബന്ധമായിട്ട് സംഭവങ്ങൾ വായിക്കും. അത് വലിയൊരു അനോയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഒരാഴ്ചയേ ഉള്ളൂ, ഇനി അത് ചെല്ലിയിട്ടില്ലെങ്കിൽ 31-ാം തീയതി, അതായത് വെള്ളിയാഴ്ച തീരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തുടങ്ങിയെങ്കിലും ഇനി ആരെങ്കിലും ചെല്ലാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചൊല്ലിയേക്കണം. പിന്നെ ഇന്ന് നമ്മളുടെ SMRCയിലെ പെൺകുട്ടികളുടെ ഒരു ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലേ അച്ഛൻ? ഇന്ന് നമ്മളത് ചെയ്യണം. ഇവിടെ റിട്രീറ്റ് കൂടി. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, ഇന്നലെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചാൽ ആർക്കാണ് വരാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ റിട്രീറ്റ് കൂടിയ ഒരു ഏറ്റവും ചുരുങ്ങിയതിന് 9-ാം ക്ലാസ്സിലെങ്കിലും എത്തണം. 10, 11, 12 ക്ലാസ്സുകളിലൊക്കെ ആർമി ഓഫ് ജീസസ് റിട്രീറ്റ് കൂടിയവർ. ഇനി അതല്ലെങ്കിൽ നമ്മളിവിടെ ആന്തരിക സൗഖ്യമെങ്കിലും, അപ്പോഴാണ് അച്ഛൻ പറയുന്ന സംഭവങ്ങൾ അവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കണക്ഷൻ കിട്ടില്ല അവർക്ക്. അത് വലിയ അച്ഛനും ഭാരമായിരിക്കും, അവർക്കും ഭാരമായിരിക്കും. കുറച്ച് പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു ഗ്രൂപ്പ് എന്നല്ല, കുഞ്ഞൊരു ഗ്രൂപ്പ്, 5 പേര്, 6 പേര്, 7 പേരുടെയൊക്കെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് പിന്നെ ദൈവത്തിൽ വലിയൊരു ഇടപെടൽ എന്ന് പറഞ്ഞത് ആൺപിള്ളേരുടെ സെറ്റായില്ല എന്ന് പറഞ്ഞില്ലേ, ഇന്നലെ തന്നെ അത് കൂടി. അതായത് വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയുടെ വീഡിയോ വ്യാഴാഴ്ച എടുത്തു നമ്മൾ. അങ്ങനെ അത് കഴിഞ്ഞ് വൈകിട്ടാണ് പ്രിയ സഹോദരങ്ങൾ അത് പെട്ടെന്ന് സെറ്റായി. അങ്ങനെ ഒരു 4 പേര്, 4 തീപ്പന്തങ്ങളായിട്ടുള്ള പിള്ളേർ ഇന്നലെ അവരൊരു 10:30 തുടങ്ങി ഒരു 1:30 വരെയുള്ള സമയം ശക്തമായ പ്രയറായിരുന്നു. അപ്പോൾ ദൈവം ശരിക്കും നമ്മൾ മനസ്സിൽ കാണുന്നത് ശരിക്കും ദൈവം ാണ് ഇടപെടുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അപ്പോൾ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ സെപ്പറേറ്റ് ഗ്രൂപ്പാണത്. അങ്ങനെ നമ്മൾ രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അച്ഛൻ യുവതീവാക്കന്മാരുടെ ഇടയിൽ അച്ഛൻ 1 മണിക്കൂർ പ്രസംഗിക്കണത്, ഈ പിള്ളേർ വന്നിട്ട് 10 മിനിറ്റ് പറഞ്ഞാൽ മതി, എന്തെങ്കിലും പറഞ്ഞാൽ മതി, 10 മിനിറ്റ്, ദൈവം തുടർപ്പം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെ ശരിക്ക് രൂപീകരിക്കുക എന്നുള്ള ഒരു വലിയൊരു പ്രോസസ്സാണ്. അത് കർത്താവ് ഒരു അഭിഷേകം തരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് യൂത്ത് മിനിസ്ട്രി, അതായത് ശരി ഈശോയിലേക്ക് അടുപ്പിക്കുക, അത് വേറെ ഒന്നുമില്ല അതിൽ. അപ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇനി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17 വചനം വെളിപ്പെടുത്തുകയാണ്. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഹിതം എങ്ങനെ ആർക്കും അറിയാൻ പറ്റും? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഓരോ ദൈവഹിതം തേടുക എന്ന് പറയില്ലേ, അതായത് കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? അത് പരിശുദ്ധാത്മാവിലൂടെയാണ് സഹോദരങ്ങളെ തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ മെയ് മാസത്തിൽ ഇനി നമുക്ക് ഏതാണ്ട് ഒരാഴ്ചയല്ലേ നമുക്കുള്ളത്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പറ്റുവാണെങ്കിൽ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അഭിഷേകം, സ്വർഗത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മിലെ വർഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ആത്മാവിൽ കണ്ടുകൊണ്ട് യേശു നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുദാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.